നമസ്തേ, വിശ്വാസം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സാദര നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയം അകത്തുള്ള നമുക്ക് പെട്ടെന്ന് ഏത് ഭാഗത്ത് പണം വെച്ചാൽ വീട്ടിലേക്ക് പണം നിറയും. നമ്മുടെ ജീവിതത്തിൽ വീട്ടിൽ പല വിധത്തിലും പണം ഒഴുകിപ്പോകുന്നതാണ്. നമ്മൾ അധ്വാനിച്ച് കൊണ്ടുവച്ച പണം പെട്ടെന്ന് വകമാറി ചിലവായി അത് തീർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ അത് വകമാറി ചിലവാകാതെ നമ്മൾ കാര്യത്തിന് മാത്രം ചിലവാക്കാനും ബാക്കി മിച്ചം വരുന്ന തുക നമുക്ക് എത്രയും പെട്ടെന്ന് അത് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവാനും ഒരു വഴിയേ ഉള്ളൂ. ആ വഴി നമ്മൾ തെക്ക് വടക്കോട്ട്, അതായത് നമ്മൾ തെക്കോട്ട് നോക്കിയിട്ട് ഷെൽഫ് തുറക്കുന്ന രീതിയിൽ തെക്ക് മാസ്റ്റർ ബെഡ്റൂമുള്ള ഒരു മുറിയിൽ വടക്കോട്ട് ഷെൽഫിൻ്റെ വാതിൽ വരുന്ന രീതിയിൽ നമ്മൾ പോയിട്ട് തെക്കോട്ട് നോക്കിയിട്ട് ആ ഷെൽഫിൻ്റെ വാതിൽ തുറക്കുന്ന രീതിയിൽ അവിടെ നിങ്ങൾ പണം സൂക്ഷിച്ച് വെക്കുക. അങ്ങനെയാണ് പണം സൂക്ഷിക്കേണ്ടത്. കുറച്ച് പച്ചരി എടുക്കുക, കുറച്ച് പച്ചക്കർപ്പൂരം എടുക്കുക, അതിനകത്ത് കുരുമുളക്, ഗ്രാമ്പു, അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ഒരു 3 മഞ്ഞക്കമ്പ്, അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ട് ഒരു കുപ്പിയിൽ അവിടെ എടുത്ത് വെക്കുക. എന്നിട്ട് അതിനകത്ത് 21 നാണയമോ അല്ലെങ്കിൽ എത്രയും 1 രൂപ നാണയം എടുത്തിട്ട് അതവിടെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഒരു വെള്ള പേപ്പറിൽ ശ്രീയെന്ന് എഴുതിയിട്ട് അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട തുക 101 രൂപയാണെങ്കിൽ 101, ഏതെങ്കിലും ഒരു ഒറ്റ സംഖ്യ വരുന്ന രൂപ വ്യാഴാഴ്ച സന്ധ്യാസമയത്ത് ത്രിസന്ധ്യക്കോ അല്ലെങ്കിൽ പൊൽരാങ്കാലത്തുള്ള വ്യാഴാഴ്ചയോ ഇത് നമ്മൾ ഈ സ്ഥലത്ത് വയ്ക്കുക. എന്നിട്ട് ഷെൽഫ് അടച്ചാടി വെക്കണം. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നല്ല, അതായത് ഈ പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ ഗ്രാമ്പൊക്കെ, ഏലക്കായ് ഇതൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഈ കുപ്പി ബൗൾ തുറന്നിട്ട് അതിനകത്തേക്ക് നാണയം ഇടുക. അതല്ലെങ്കിൽ മറ്റുള്ള പൈസ അവിടെ കൊണ്ടുവയ്ക്കുക. ബാങ്കിലിട്ട തുകേൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ്. എത്ര പൈസ ഇല്ലാത്തവർക്കും പണം, നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൂടുതൽ അഭിവൃദ്ധിയിൽ വകമാറി ചിലവാകാതെ പെട്ടെന്ന് തന്നെ പണക്കാരനാവാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ നമുക്ക് മറ്റുള്ള വകമാറി ചിലവാകാതെ പണം ഇഷ്ടംപോലെ ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ വീടുകളിൽ പലതരത്തിലും പണം നമ്മളെ കയ്യിലെത്തും, പക്ഷെ അത് വകമാറി പെട്ടെന്ന് ചിലവായി പോകുന്നതാണ്. ആ ചിലവ് ഒഴിവാക്കാനും കൂടുതൽ പണ അഭിവൃദ്ധി ഉണ്ടാവാനും ഭൂമി, ധനം എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം അതിനൊക്കെ പണം പെട്ടെന്ന് ഏതൊരാവശ്യത്തിനും ഉണ്ടാവാൻ ഈ ക്രിയകൾ എല്ലാവരും ചെയ്യുക. ഇതൊന്ന് ചെയ്തു നോക്ക്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പണം വരും, ഉറപ്പാണ്. ഈ ക്രിയ ഒന്ന് ചെയ്തു നോക്കിയാൽ ഏതൊക്കെ വഴിയിലൂടെയാണ് നമുക്ക് പണം വരുന്നത് നമ്മൾ തന്നെ അറിയില്ല. നമ്മൾ അധ്വാനിച്ച പൈസ മുഴുവൻ ചിലവായി പോകാതെ അത് നമുക്ക് തന്നെ ലഭിക്കും. അതുകൊണ്ട് ഈ ക്രിയ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ. എന്നെ ശ്രമിച്ച നല്ലവരായ സജ്ജനങ്ങളെ എല്ലാവർക്കും ദീർഘായുസ്സോടെ ആയുരാരോഗ്യത്തോടെ സൽക്കീർത്തോടെ ജീവിക്കാൻ, പണത്തിൻ്റെ അഭിവൃദ്ധിയോടെ ജീവിക്കാൻ, അത്യാവശ്യത്തിന് പണം ആവശ്യമുള്ള സമയത്ത് നമുക്ക് തന്നെ ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഈ ക്രിയ ചെയ്യുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.